നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ബിഗ് റാലി തരാൻ ചാൻസസ് ഉള്ള കുറച്ച് സ്റ്റോക്കുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 5 സ്റ്റോക്ക് പിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ നിഫ്റ്റി നല്ല രീതിയിൽ ഫോളോ ആവുന്നൊരു സമയമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വീക്കിലാണ് നിഫ്റ്റി വന്നൊരു ബയേഴ്സിൻ്റെ ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റിയ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ വീക്കിലാണ് നിഫ്റ്റി വന്നത്. പക്ഷേ ഇതിന് മുന്നോടിയായിട്ട് നിഫ്റ്റി ഫോളോ ആവുന്ന സമയത്ത് പോലും ഈ ഒരു സ്റ്റോക്കുകൾ നല്ല രീതിയിലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കറൻറ്റ്ലി ഈ ഒരു സ്റ്റോക്കുകളെല്ലാം നിൽക്കുന്നത് കറൻറ്റ്ലി ഈ സ്റ്റോക്കുകളുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ബ്രേക്കൗട്ടിനടുത്തായിട്ട് നിൽക്കുന്ന കുറച്ച് സ്റ്റോക്സാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്സ് ബ്രേക്കൗട്ട് ചെയ്യാനുള്ള എല്ലാവിധ ചാൻസസും കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 5 സ്റ്റോക്സ് പിക്ക് ചെയ്തു. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എൻട്രി എവിടെ എടുക്കണം, SL എവിടെ സെറ്റ് ചെയ്യണം, ടാർഗറ്റുകൾ എവിടെ സെറ്റ് ചെയ്യണം. ടാർഗറ്റുകൾ എന്ന് എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കിനും ഒരു ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ടാർഗറ്റ് 3 ആ രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, സ്റ്റോക്കിലോട്ടൊന്ന് മൂവ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ സ്റ്റോക്കാണ് NITL. NITL നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സോൺ നമുക്ക് ഡ്രോ ചെയ്യുന്ന സമയത്ത് ഒരു സോൺ ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറൻറ്റ്ലി നിങ്ങൾ സോൺസ് ബ്രേക്കൗട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു സ്ട്രാറ്റജി നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ എൻട്രി എടുക്കാം. അതല്ല കുറച്ചും കൂടി കൺഫർമേഷൻ ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് തരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി കൂടുതൽ കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 189 ഈ റേഞ്ചിലാണ്. കാരണം ഇവിടെ ഒരു സ്വിംഗ് ലോ വന്നിട്ടുണ്ട്. ആ ഒരു സ്വിംഗ് ലോ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കൗട്ട് എന്ന ക്യാൻഡലിനെ ബിലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതല്ല കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡലിൽ ഈ ഒരു സ്വിംഗ് ലോ ബിലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റോപ്പ് ലോസും കൂടി സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ടാർഗറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു 280 ആ റേഞ്ചാണ്. ഈ ടാർഗറ്റ് സെറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് കറൻറ്റ്ലി നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഞാൻ കറൻറ്റ്ലി വെച്ച സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കുമ്പോൾ ഒരു 1:2 റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു കാരണം. ഓക്കെ, അടുത്ത സ്റ്റോക്കാണ് വിപ്രോ. ഓക്കെ, വിപ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രേക്കൗട്ടിനുള്ള ചാൻസസ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ പ്രൈസ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു, വീണ്ടും ആക്ട് ചെയ്ത് ഈ ഏരിയയിൽ ടച്ച് ചെയ്ത് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്ത് വീണ്ടും ഈ ഒരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. കറൻറ്റ്ലി പ്രൈസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റോക്കിൽ കറൻറ്റ്ലി നിൽക്കുന്ന പ്രൈസിൽ നമുക്ക് എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സോൺ ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു വിക്കിന് ബിലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻഡിൽ വിക്കിന് ബിലോ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും. ടാർഗറ്റായിട്ട് ഈ ഒരു ഏരിയയാണ് 616 എന്നുള്ള റേഞ്ചാണ് ഫസ്റ്റ് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഏരിയയ്ക്ക് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഡൗൺ ആയ സമയത്ത് വീണ്ടും മാർക്കറ്റ് അപ്സൈഡിലോട്ട് ഒരു മൂവ്മെൻറ്റ് തരാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും സെല്ലൈസ് ചെയ്ത ഏരിയയിൽ നിന്നാണ് സെല്ലൈസ് ആക്റ്റീവ് ആയത്, വീണ്ടും അവിടെ നിന്ന് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം ചാൻസസ് ഉള്ളതെന്ന് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്തൊരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് സെക്കൻഡ് ടാർഗറ്റായിട്ട് ഒരു ഹൈ വരെ ഒരു 728 ആ റേഞ്ച് വരെ ഈ ഒരു ഹൈ വരെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്യാൻഡലിൻ്റെ വിക്കിന് ബിലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാം. അടുത്തായിട്ടൊരു സ്റ്റോക്കാണ് ഫാർമ സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നല്ലൊരു ബിഗ് റാലി തന്നൊരു സ്റ്റോക്കായിരുന്നു. ഓൾമോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60% ഓൾമോസ്റ്റ് ഒരു മാസം കൊണ്ട് നല്ലൊരു റാലി എന്ന സ്റ്റോക്കായിരുന്നു. ആ ഒരു സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയ എത്തിയ സമയത്ത് എന്ത് ചെയ്ത് ഒന്ന് ഡൗൺ ആയി, വീണ്ടും തിരിച്ചു കയറാൻ ശ്രമിച്ച് ഏരിയയിലെത്തി വീണ്ടും ടച്ച് ചെയ്ത് പ്രൈസ് ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് വീണ്ടും ചെറിയ രീതിയിൽ ഡൗൺ ആയി വീണ്ടും ഇത് ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. കറൻറ്റ്ലി നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു ക്യാൻഡലിന് ബിലോ ആയിട്ട് എന്ത് ചെയ്യാം,
സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു സ്വിങ് ലോക്ക് താഴെ ബിലോ ആയിട്ട് നിങ്ങൾക്കൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 1:2 ടാർഗറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്ത് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സസ്റ്റെയിൻ ചെയ്ത സമയത്ത് തന്നെ നമുക്കൊരു സോൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ വരുന്ന സമയത്ത് പ്രൈസ് ടച്ച് ചെയ്ത് താഴോട്ട് പോയി, ഈ ഏരിയയിലും ടച്ച് ചെയ്ത് താഴോട്ട് പോയി, ഈ ഏരിയയിലും ടച്ച് ചെയ്ത് താഴോട്ട് പോയി. വീണ്ടും ഒരു കൺസൾട്ടേഷൻ തന്ന് ഈ ഒരു സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. കാരണം ഈ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈ ഒരു 4 ലൈനുകൾ കൂടെ കാണാൻ പറ്റും. ഈ ഒരു 4 ലൈന്, ഇത് ഫസ്റ്റ് ടാർഗറ്റ്, ഇത് സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്, ഫോർത്ത് ടാർഗറ്റ്, ഈ രീതിയിലാണ് സെറ്റ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത് ഈ ഒരു ഏരിയയിലെല്ലാം പ്രൈസ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയയിലെല്ലാം ഒരു ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് റിസ്കി ആയിട്ടുള്ള ട്രേഡാണ് ഈ ഒരു സ്റ്റോക്കിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാം. കുറച്ച് റിസ്കി ആയിട്ടുള്ള ട്രേഡാണ്. കാരണം ഏത് നിമിഷവും ഈ ഏരിയയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഏത് നിമിഷവും മാർക്കറ്റിന് ചാൻസസ് ഉണ്ട്, റിവേഴ്സ് ആവാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള എൻട്രി ആണ്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഓക്കെ, അടുത്തൊരു സ്റ്റോക്കാണ് PL നോക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1148, അതുപോലെ തന്നെ 1100 ആ റേഞ്ചിൽ ഒരു 45-48 പോയിന്റ് ഡിഫറൻസിൽ ഒരു സോൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസ് ഡേ ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇന്നത്തെ ക്യാൻഡിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് 26/11/2024 ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നല്ലൊരു മൂവ്മെൻറ്റ് തന്നതിന് ശേഷമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാം, ഒരു പക്ഷേ അടുത്ത ദിവസം ഈ ഒരു ഏരിയയിൽ ക്യാൻഡിൽ ക്ലോസ് ആയി ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് ഈ ഒരു സോണിലോട്ട് വന്നതിന് ശേഷം ഒരു റീടെസ്റ്റ് എൻട്രി, അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. ഒരു റീടെസ്റ്റ് എൻട്രി കിട്ടിയതിന് ശേഷം മാത്രം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് 1300 ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 1400. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ ഒരു ലൈൻ, അതായത് 1030-1033 ആ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 സ്റ്റോക്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു സീരീസിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു സ്റ്റോക്കിലെല്ലാം നിങ്ങൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസും, ഒരിക്കലും ഞാനൊരു ബൈ റെക്കമെൻഡേഷൻ്റെ പേരിൽ പറയുന്നതല്ല, നിങ്ങൾക്കായിട്ടുള്ളൊരു ഫണ്ടമെൻ്റലി ചെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫണ്ടമെൻ്റലി ചെക്ക് ചെയ്ത്, ടെക്നിക്കലി ചെക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്നുള്ളതെല്ലാം അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് എത്ര ശതമാനം മൂവ് ചെയ്ത് എത്ര രൂപ വരെ ഹോൾഡ് ചെയ്യണോ സെല്ല് ചെയ്യണോ എന്നുള്ള രീതിയെല്ലാം അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതുപോലത്തെ എല്ലാ സ്റ്റോക്സ് എങ്ങനെ പിക്ക് ചെയ്യണം, ഓരോ ആഴ്ചയിലോട്ടുള്ള സ്റ്റോക്സ് എങ്ങനെ പിക്ക് ചെയ്യാം, എവിടെ എൻട്രി എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും, എവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യും എന്നുള്ള എല്ലാ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോസ് എല്ലാ വീക്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ജസ്റ്റ് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. നിങ്ങൾക്ക് ട്രേഡിങ്ങിൻ്റെ ഓൾമോസ്റ്റ് പഠിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഈ പേജിലൂടെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.